നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ദീർഘകാലം UK താമസിച്ച ഒരാളാണല്ലോ. അവിടെ ഇപ്പോൾ മൊത്തത്തിൽ ഈ കുടിയേറ്റ നിയമം സംബന്ധിച്ച് എല്ലാം മാറി മറിക്കാൻ പോകുകയെന്നാണല്ലോ വാർത്ത പുറത്തു വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനർത്ഥം വാർത്ത നിലവിൽ വന്നു എന്നല്ല. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാഹചര്യം ബ്രിട്ടനിൽ ഇപ്പോഴുണ്ട്. പുതിയ ആഭ്യന്തര സെക്രട്ടറി കൂടെ വന്നതോടുകൂടി, പുതിയ ആഭ്യന്തര സെക്രട്ടറി വന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഒരു വലതു വംശീയ രാഷ്ട്രീയം ഉയർന്നു വരുന്നുണ്ട്. ട്രംപ് ഒരു പ്രചോദനമാണ്. ട്രംപ് ആ ഒരു ആയുധമാണ് ഉപയോഗിച്ചിരുന്നത്. കൃത്യമായി ബൈബിൾ കൈപ്പിടിച്ചിട്ട് കുടിയേറ്റക്കാർക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം പരസ്യമായി മുസ്ലിം ഇതെതിരെ എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് വ്യംഗ്യാർത്ഥത്തിൽ ഇസ്ലാമിക കുടിയേറ്റത്തിനെതിരെയുള്ള ഒരു പോരാട്ടം. അത്തരം പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് വരുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ സിറിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇവിടെ നിന്നൊക്കെ വരുന്ന ലിബിയ, ഇറാനിലൊക്കെ ഒരുപാട് പേര് പോകുന്നു. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്. അമേരിക്കയിലും ഈ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ. അപ്പം ഇങ്ങനെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ഈ അനധികൃത കുടിയേറ്റം വരും. രണ്ട് തരം കുടിയേറ്റമുണ്ട്. അനധികൃത കുടിയേറ്റമുണ്ട്, നിയമവിരുദ്ധ കുടിയേറ്റമുണ്ട്. അപ്പോൾ ഈ നിയമവിരുദ്ധ കുടിയേറ്റത്തെയാണ് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഈ നമ്മുടെ ബോട്ടുകളിൽ കയറി വരുന്നത് അതെല്ലാം നിയമവിരുദ്ധ കുടിയേറ്റം രണ്ടു മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ബോട്ടുകളിൽ കയറി വരുന്നത്. ഈ ബോട്ടുകളിൽ കയറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള, എന്ന് വെച്ചാൽ ഇറാഖ്, സിറിയ പോലെ രാജ്യം, ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അവിടങ്ങളിൽ നിന്നുള്ള ഒരു മാഫിയ ഉണ്ടാവും. കാശ് വാങ്ങിയിട്ട് ഇപ്പം നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വ്യാജമായി രേഖകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ദുബായിക്ക് വിസിറ്റ് വിസ കിട്ടും. കാരണം അവരുടെ എളുപ്പമാണ്. ഒരു പാകിസ്ഥാനിക്ക് ദുബായിലേക്ക് വിസ കിട്ടാൻ ഒരു പ്രയാസമില്ല. അപ്പം ഇവൻ ദുബായിലേക്ക് വിസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ട് ദുബായിലെത്തും. ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് ഏതെങ്കിലും മറ്റൊരു രാജ്യത്തേക്ക്, കുറച്ചുകൂടി സമീപമുള്ള രാജ്യത്തേക്ക് പോകുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എത്തി, എല്ലാം കടൽമാർഗമായിരിക്കുമല്ലോ ഇത്, അല്ല വിമാനത്തിൽ പോകും. അവിടെ നിന്ന് ഇവർ അതിർത്തി കടന്നോ കടൽ കടന്നോ ഒക്കെ ഇവർ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എവിടെയെങ്കിലും എത്തും. യൂറോപ്പിൽ എത്താൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഗ്രീസാണ്. അതിർത്തിയിലാണ്. ഗ്രീസിലെത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രീസൊക്കെ കണ്ണടയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്രീസും ഫ്രാൻസുമാണ് രണ്ട് രാജ്യം. ഈ രണ്ട് രാജ്യങ്ങളും കണ്ണടയ്ക്കും. കാരണം അവരുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അതല്ല, UK ആണ്. അപ്പോൾ ഈ ഫ്രാൻസിൽ കാലായിസ് എന്ന് പറയുന്ന ദ്വീപാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നത് കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അവിടുന്ന് തന്നെ ഈ കപ്പലിൽ കയറി വരുന്നുണ്ട്. ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടാണ്, ഈ ഊതി വീർപ്പിക്കുന്ന ബോട്ടില്ലേ, ഡങ്കി ബോട്ട്, കാറ്റ് നിറയ്ക്കുന്നത്. ഭയങ്കര റിസ്ക്കാണ്. ഈ പറയുന്ന വലിയ റിസ്ക്കാണ്. ഇത് കടലിൽ പോവാം, ആളുകൾ മരിക്കാം, ഭയങ്കര റിസ്ക്കാണ്. ഇത് വലിയ മാഫിയ സംഘങ്ങൾ വന്ന് എങ്ങനെയെങ്കിലും അവർ പലതരത്തിൽ പല വഴികളിൽ ഈ കാലായസ് ദ്വീപിൽ വന്നെത്തും. കാലായസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചാനലിൻ്റെ അപ്പുറമാണ്. ഈ കാലായസ് ദ്വീപിൽ നിന്ന് ഇവർ ഈ ഡങ്കി ബോട്ടിൽ ഒരു പോരിച്ചാണ്. എന്നിട്ട് ബ്രിട്ടൻ്റെ അതിർത്തി വന്ന് കിടക്കുമ്പോൾ ഈ ബോട്ടങ്ങ് മറിക്കും, അല്ലെങ്കിൽ അത് കാറ്റടിച്ചു വിടും. അപ്പോൾ ഈ ബ്രിട്ടൻ വന്ന് രക്ഷിക്കണം. കാരണം അവരുടെ അതിർത്തി വന്നിരിക്കുന്നു. യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൻ്റെ 3ാമത്തെ സെക്ഷനുണ്ട്. ഇതനുസരിച്ച് എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കണം. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ച് ഇവരെ പാർപ്പിക്കണം, ഹോട്ടലിൽ പാർപ്പിക്കണം, താമസിക്കാൻ ഭക്ഷണം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, അലവൻസ് കൊടുക്കണം, ചികിത്സ നടത്തണം. ഈ ഒരു വഴിയാണ് നമ്മളിതിന്റെ പല വാർത്തകളും കൊടുത്തിരുന്നു. ഇവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നത് സുഖമായ ജീവിതം. അപ്പോൾ അതൊരു വശം, അതിനെതിരെയാണ് പ്രക്ഷോഭം. ഇവർ പലരും, അതാണ് ഒരു വശത്തെ പ്രക്രിയ. രണ്ടാമത് അതാണ് നിയമവിരുദ്ധം. രണ്ടാമതൊരു നിയമവിരുദ്ധ കുടിയേറ്റം കൂടിയുണ്ട്. അതേതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിസിറ്റ് വിസയിൽ പോകുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ബന്ധു അവിടെ ഉണ്ടെന്ന് കരുതുക. ഞാനപ്പോൾ എൻ്റെ ബന്ധുവായിരിക്കുന്ന ഞാൻ അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ വിസിറ്റ് വിസ 6 മാസത്തേക്ക്, 6 മാസം കാലാവധി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോരത്തില്ല, ഞാൻ മുങ്ങും. അപ്പോൾ ഇവർക്കിത് ട്രേസ് ചെയ്യാനുള്ള സംവിധാനമില്ല. UK അങ്ങനെ ഒരു സംവിധാനം. അവർ ഈ ആളെ കുറയ്ക്കുന്നത് കാരണം അങ്ങോട്ട് പോയി ഇറങ്ങുമ്പോൾ അവർ വിസ പരിശോധിക്കും, തിരിച്ചു വരുമ്പോൾ ഇവർ വിസ നോക്കാറില്ല. ഇങ്ങോട്ട് പോകുന്നോ എന്ന് പോലും അവർക്കറിയാൻ വഴിയില്ല. അതാണ് ബ്രിട്ടൻ്റെ ഒരു അവസ്ഥ. എനിക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി, എന്തോ ഒരു അസോസിയേഷൻ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുന്ന ഒരു സംഘം മാധ്യമ പ്രവർത്തകർ അവിടെ മുങ്ങിയിട്ടുണ്ട്. അവർ പലരും അവിടെ പിന്നീട് വളരെ പ്രഗത്ഭരായി രക്ഷപ്പെട്ട വിസയൊക്കെയായി PR ഒക്കെ ആയി സുഖം ജീവിക്കും. എനിക്കറിയാം, ഞാൻ ആരുടെ പേര് പറയാൻ പോകുന്നത് നമുക്ക് പരിചയമുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ അങ്ങനെയായിരുന്നു. കലാകാരന്മാരുണ്ട് മുങ്ങുന്ന പരിപാടി. അപ്പോൾ ഇത്തരത്തിൽ ഇവർ അനധികൃതക്കാർ തന്നെയാണ്. പക്ഷേ ഈ പണ്ടൊക്കെ അങ്ങനൊന്നും ഉണ്ടായിരുന്നു. ഒരു 10-11 കൊല്ലം നിങ്ങൾ അനധികൃതമാണെങ്കിലും എങ്ങനെയെങ്കിലും തട്ടിമുട്ടി നിന്ന് അവർ വിസ PR തരുമായിരുന്നു. 12 കൊല്ലം വരെ
നിങ്ങൾക്ക് വിസ ഇല്ലാതെ മുങ്ങാൻ പിടി കിട്ടാതെയൊക്കെ. മാത്രമല്ല ഇവരൊന്നും പരിശോധിക്കാതെ ഈ അമേരിക്കയിലെ പോലെ പിടിക്കുന്ന സംവിധാനം അവിടെ ഇല്ല. സംവിധാനവും ഇല്ല. ഇപ്പം ഞാൻ പോയി ബ്രിട്ടനിൽ പോയി കാർ ഓടിക്കാറുണ്ട്. എന്നോട് ജീവിതത്തിൽ ഇതുവരെ ലൈസൻസ് ചോദിച്ചിട്ടില്ല. എനിക്ക് ലൈസൻസും ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. ജീവിതത്തിൽ എന്നെ ഇന്നേവരെ, കാരണം അവർക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ മര്യാദയ്ക്കാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അവർ പിടിക്കത്തില്ല. നമ്മൾ അമിതമായ സ്പീഡിൽ ഓടിക്കുകയോ നമ്മൾ എന്തെങ്കിലും അവർക്ക് സംശയം തോന്നിയാൽ പിടിക്കും. ലംഘനം നടത്തിയാൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചു വരുവാണ്. നേരെ പോയി ഞാൻ ഒരു റൗണ്ട് ബോട്ടിലൂടെ കൊണ്ട് ഇറങ്ങാൻ തുടങ്ങി കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നു, അയ്യോ റൈറ്റ് സൈഡ് നോക്കിയല്ലോ. ഈ റൗണ്ട് ബോട്ടിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ അവിടെ നിയമമുണ്ട്, വലതുവശത്ത് വരുന്നവർക്ക് പ്രിഫറൻസ്, റൈറ്റ് സൈഡിൽ വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങാവൂ. ഞാനങ്ങ് റൗണ്ട് ബോട്ടിലൂടെ കാലെടുത്ത് വയ്ക്കുകയും വണ്ടി അങ്ങോട്ട് കയറ്റുകയും ഞാൻ പെട്ടെന്ന് ചവിട്ടി നിർത്തിയിട്ട് ഞാൻ റൈറ്റ് നോക്കി. റൈറ്റ് വണ്ടിയൊന്നുമില്ല. പക്ഷേ ഞാൻ റൗണ്ട് ഔട്ട് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പം പോലീസ് വണ്ടി രണ്ടിടത്തുനിന്ന് വന്നു, എന്നെ തടഞ്ഞു, മാറ്റി നിർത്തിച്ചു, എന്നെ ഊതിച്ചു. എന്നെ ഊതിച്ചു. എന്നോട് ചെന്ത് പറ്റി, നിങ്ങൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കാണിച്ചു എൻ്റെ കാര്യം രാജിച്ചു. അതാണ് അവരുടെ രീതി. അത് ആ രീതിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഒരിക്കലും അതുപോലെ തന്നെ ഞാനൊരു 1 വേ കയറി. ആ സമയത്താണ് ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, ഒരുപാട് കാലം മുമ്പാണ്, 10-20 വർഷം മുമ്പാണ് ഞാൻ 1 വേ കയറി. ഡ്രൈവിംഗ് പഠിച്ച അവിടെ വെച്ചാണ്? അല്ല, അവിടുത്തെ സംവിധാനം. ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അങ്ങനെ വലിയ കാളാമ്പോളെ ഓടിയിട്ടില്ല. അവിടുത്തെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഞാൻ ഒരു 1 വേ ചെന്ന് കയറി. ഒരു 1 വേ ചെന്ന് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 1 വേ ആണ്. ഞാൻ ദൈവമേ എതിരെ വണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു വണ്ടിയും വരുന്നില്ല. ഞാനത് കൊള്ളാമല്ലോ എന്ന് പറയുന്നത്. കാര്യം എന്താണ്, ഞാൻ 1 വേ കയറുന്ന ഇവരുടെ ശ്രദ്ധയപ്പെട്ടിട്ട് അവരെ വഴി അപ്പുറം ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വഴി ക്ലോസ് ചെയ്തിട്ട് എന്നെ കാത്തിരിക്കുകയാണ് 1 വേ തീരുന്നിടം വരെ. ഓക്കെ, ഇതാണ് രാജ്യം. പക്ഷേ ഇവർക്ക് മറ്റ് സൗകര്യങ്ങളോ ചെക്കിങ് ഒന്നുമില്ല. അപ്പോൾ ഈ വിസ കാലാവധി, സ്റ്റുഡൻറ് വിസയിൽ പോയി കാലാവധി കഴിയുന്നവരെ, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോയി കാലാവധി കഴിയും, ഇങ്ങനെയൊക്കെയുള്ള അനധികൃത കുടിയേറ്റക്കാർ ഒരു വശത്ത്. എന്നാൽ അതായിരുന്നു ഒരു മെയിൻ പ്രശ്നമായി മാറിയത്, ഈ വലിഞ്ഞു കയറി വരുന്ന കയറ്റം. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 2021 കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ കഴിയുന്നു. അപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളം ജനങ്ങൾ ഏതാണ്ട് ലോക്ക്ഡൗണാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. സുഖിച്ചു പോയി വീട്ടിൽ ഒന്ന് സുഖിച്ചു, 2 വീട്ടിലിരുന്നുകൊണ്ട് പണി ചെയ്യാം. ഇപ്പം ഇപ്പോഴും പല സ്ഥാപനങ്ങളും തിരിച്ചാളെ എടുത്തിട്ടില്ല. പല കമ്പനികൾക്ക് അതാ ലാഭം തോന്നി. IT കമ്പനി, നമ്മുടെ ഇപ്പോൾ ടെക്നോ പാർക്കിൽ പല കമ്പനികളും ഇപ്പോഴും വർക്ക് അറ്റ് ഹോം ഒരു കൾച്ചറായി മാറി. പലരും തിരിച്ചു വന്നില്ല. അതുപോലെ പലരും ജോലി ഇല്ലാതെ വീട്ടിൽ ഇരുന്നാലും ജീവിക്കാൻ പറ്റും, ഈ ജോലിയുടെ ആവശ്യമില്ലെന്ന് ബോധ്യം. അങ്ങനെ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പം ബ്രിട്ടനിലുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിലാളികളെ കിട്ടാനില്ല. ഇപ്പം വിമാനങ്ങളൊക്കെ റദ്ദ് ചെയ്യുക, വിമാനത്താവളത്തിൽ ആളില്ല, പബ്ബുകൾ അടയ്ക്കുകയാണ്, പബ്ബിൽ ജോലി ചെയ്യാൻ ആളില്ല. ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ അന്ന് ബോറിസ് ജോൺസണാണ് പ്രധാനമന്ത്രി. ബോറിസ് ജോൺസൺ എന്ത് ചെയ്തു, കംപ്ലീറ്റ് അങ്ങ് അയച്ചു. ആർക്ക് വേണേലും വർക്ക് പെർമിറ്റ് കൊടുക്കാൻ വഴിയില്ലാതെ. ഈ സമയത്ത് നമ്മൾ മലയാളികളും ഫിലിപ്പിനോകളും പഞ്ചാബികളും ഒക്കെ വെറുതെ ഇരിക്കുമോ? കൂട്ടത്തോട്. അപ്പോൾ ഇവിടുത്തെ ഏജന്റുമാർ എന്ത് ചെയ്തു, 2 തരത്തിൽ കൊണ്ട്. ഒന്ന്, സ്റ്റുഡൻറ് വിസയിൽ ആർക്ക് വേണമെങ്കിലും പോകാം. നിങ്ങൾ അവിടെ സ്റ്റുഡൻറ് വിസയിൽ UK പോകുന്നു, അവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു വർക്ക് പെർമിറ്റ് ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു കെയർ ഹോമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. ആളുകൾ വർക്ക് പെർമിറ്റ് കിട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ നേരിട്ട് കെയറർമാരെ, നേഴ്സുമാരായിരിക്കുന്നവരെ നേഴ്സിംഗ് ഹോമുകൾ കെയറർമാരായിട്ട് ഇവിടുന്ന് നമ്മുടെ ഏജന്റുമാരാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ, ആ സമയത്ത് ഞാനൊരു പരിപാടി പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു പയ്യൻ്റെ കയ്യെ കിടക്കുന്ന വാച്ച്, ഒരു മലയാളി പയ്യൻ്റെ കയ്യെ കിടക്കുന്ന വാച്ച്, ഞാനും എൻ്റെ മകനും ഞങ്ങളൊരു പബ്ലിക് പരിപാടി പങ്കെടുക്കാൻ പോയതാണ്. അവിടുത്തെ ഒരു സംഘാടകനാണ്. ആ പയ്യൻ്റെ വാച്ച് കണ്ടിട്ട് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛാ ആ വാച്ചിൻ്റെ വില എത്ര എന്ന് അച്ഛൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. 4.5 ലക്ഷം പൗണ്ടാന്ന് പറഞ്ഞു. 4 ലക്ഷം പൗണ്ട് എന്ന് വെച്ചാൽ 5 കോടി രൂപ. മലയാളി കയ്യെ കിട്ടുന്ന വാച്ച്. ഞാൻ അവനോടും ചോദിച്ചോടാ മോനെ ഇതിൻ്റെ വില. അവൻ ചിരിച്ചിട്ട് അങ്ങ് പോയി. ഞാൻ ചോദിച്ചപ്പോൾ സത്യമാണ്. എന്താ കാര്യം, ഈ സമയത്ത് ആ ചാകര കൊയ്യാൻ പറ്റിയ കുറേ പേരുണ്ട്. കെയറർമാരോട് 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും ഒക്കെ മേടിച്ചിട്ട് കെയറർ വിസ അടിച്ചു കൊടുത്ത ആളുകളുണ്ട്. അപ്പോൾ നേഴ്സിംഗ് ഹോമിൽ കൊടുക്കണം. ഇപ്പോൾ ഒരാൾ 100,000 പേരെ 10 ലക്ഷം രൂപ വെച്ച് മേടിച്ചാൽ 25 മേടിച്ചവരുണ്ട്. 6 ലക്ഷം രൂപ മിനിമം. ഇതെല്ലാം ഏജന്റുമാർ. ഇങ്ങനെ കുറേ സമ്പന്നരുണ്ടായി. ഇവർക്കെല്ലാം ഈവൻ നേഴ്സ് അല്ലാത്തവർക്ക് പോലും കെയറായിട്ടോട് ജോലി കിട്ടി. സ്റ്റുഡൻറ് വിസയ്ക്ക് പോയ ആ സമയത്ത് പോയവർക്കൊക്കെ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി. അങ്ങനെ ഈ കാലയളവിൽ 2021-നും 2024-നും ഇടയിൽ ബ്രിട്ടനിൽ എത്തിയത്, മലയാളികളടക്കം ബ്രിട്ടനിലെത്തി 26 ലക്ഷം. 1/4 കോടി. 26 ലക്ഷം പേരാണ്.
ആകെപ്പാടെ 6.5 കോടി ജനങ്ങളുള്ള രാജ്യമാണെന്ന് ഓർക്കണം. 1/4 കോടി ആള് ആ 1/4 കോടി കാലയളവിൽ ഇത്രയും സമയത്ത് ഏതാ നിയമപരമായി എത്തിയവർ, നിയമവിരുദ്ധമായി എത്തിയവർ. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ദിവസം 1000 പേര് വെച്ച് മറ്റേ ബോട്ട് കയറി വരുന്നുണ്ട്. ഈ 1/4 കോടി ആളുകളോട് വന്നു, അവർക്കെല്ലാം വർക്ക് പെർമിറ്റായി. പെട്ടെന്ന് സർക്കാരിന് കാര്യം പിടി കിട്ടി, സാഹചര്യം മനസ്സിലായി. വല്ലാത്ത ഇമ്പാക്റ്റ്. ഇതിന് ഇമ്പാക്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കാത്ത വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ ഇത്രയും ആളുകൾ അങ്ങോട്ട് വന്നതോടുകൂടി വീട് വാടക കുത്തനെ അങ്ങ് ഉയർന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട് നേരത്തെ വാടകയ്ക്ക് കൊടുത്തിരുന്നത് 400 പൗണ്ടിനാണ്. അത് 3 ബെഡ്റൂമുള്ള വീട്. ആ വീട് പിന്നെ ഒരു നഷ്ടപ്പെട്ടു പോയിരിക്കെ, അത് വേറെ കാര്യം. പിന്നെ ഇന്ന് ഒരു വീടെടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ മിനിമം നിങ്ങൾക്ക് 3 ബെഡ്റൂമുള്ള ഒരു സാധാരണ വീട്, ലണ്ടനിലല്ല പറയുന്നത്, ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു 1200 പൗണ്ട് കൊടുക്കണം എന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപ കൊടുക്കണം മാസം. കിട്ടാനില്ല. ഞാൻ പറഞ്ഞ വീട് വാടകയ്ക്ക് കിട്ടണ്ടേ. അവിടെ ഇവിടുത്തെ പോലെ ചുമ്മാ വായി തോന്നുന്നവർക്ക് വീടുണ്ടാക്കാൻ പറ്റത്തില്ല. പ്ലാനിങ് പെർമിഷൻ എടുത്ത് പണിയാൻ പറ്റത്തുള്ളൂ. വീട് പണിയുന്നെല്ലാം ഒരു പെർമിഷൻ കൊടുക്കുന്ന ആളുകൾക്കല്ല, ആളുകൾക്ക് വീട് പെർമിറ്റും കൊടുക്കത്തില്ല. വീട് കൊടുക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനികൾക്കാണ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു ഭാഗത്ത് വീട് വെക്കാൻ പറഞ്ഞാൽ ആ ഭാഗത്തുള്ള മുഴുവൻ വീടുകൾ ഒരേപോലെ വെക്കണം. 2 ബെഡ്റൂം വീടിനൊരു പ്ലാൻ, 3 ബെഡ്റൂമിന് പ്ലാൻ, അങ്ങനത്തെ പല പ്ലാനുകളുണ്ടാവും. വെക്കുക, എല്ലാം ഒരുപോലെ ആയിരിക്കേണ്ടത്. അല്ലാതെ തോന്നിയ പോലെ നമുക്ക് ഇഷ്ടമനുസരിച്ച് വീട് പണിയാൻ പറ്റത്തില്ല. അപ്പം വീട് കിട്ടാനില്ല, വാടകയ്ക്ക് കൂടി, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അവിടെയുള്ള ആളുകൾ ആകെ പ്രതിസന്ധിയിലായി. അതുപോലെ തൊഴിലില്ലായ്മ വന്നു. കാരണം എല്ലായിടത്തും ആളായി. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരാളെ വിസ കൊടുത്താൽ അയാളുടെ ഭർത്താവിനാണ്, ഭാര്യയ്ക്കാണ് ജോലി കൊടുക്കും, ഭർത്താവിനും വിസ കൊടുക്കണം, മക്കൾക്കും വിസ കൊടുക്കണം. ഞങ്ങളുടെ പല സഹപ്രവർത്തകർ പല ഇത്തരത്തിൽ അവിടെ പോയിട്ടുണ്ട്. അതായത് ആശ്രിത വിസ കൊടുക്കണം, അത് അവകാശമാണ്. അപ്പം ഒരാളും അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് ഈ ജനക്കൂട്ടം അങ്ങോട്ട് എത്തി. ബ്രിട്ടൻ്റെ സാമൂഹ്യ വ്യവസ്ഥ മുഴുവൻ തകർന്നുപോയി. തൊഴിലില്ലായ്മ രൂക്ഷമായി. അവിടെ നേഴ്സിംഗ്, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്തൊക്കെ നേഴ്സുമാർക്ക് നമ്മൾ UK നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സ്കോളർഷിപ്പ് കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. പാസ്സായി അപ്പം ജോലി. പിന്നെ UK ബ്രിട്ടീഷുകാരായ നേഴ്സുമാർക്ക് ജോലി കിട്ടാതായി. ഈ വല്ലാത്തൊരു പ്രതിസന്ധിയും ഈ അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നം ഉണ്ടായ സമയത്താണ് നൈജൽ ഫാരാജിന്റെ പാർട്ടി ഉണ്ടാവുന്നത്, റിഫോം UK. ഈ റിഫോം UK അതിശക്തമായി മുമ്പോട്ട് വരികയും അവർ കുടിയേറ്റ വിരുദ്ധ നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടി എല്ലാവരും സമ്മർദ്ദത്തിലായി. ജനങ്ങളുടെ പിന്തുണ ഇപ്പം നടക്കുന്ന ഒപ്പീനിയൻ പോളുകളിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റിഫോം UKയുടെ പിന്തുണ ഒരു 30% ആണെങ്കിൽ ഭരിക്കുന്ന ലേബർ പാർട്ടിക്ക് 18% പിന്തുണയുള്ളൂ. ഇരട്ടി. കൺസർവേറ്റീവ് പാർട്ടി അതിൻ്റെ താഴെയാണ്. ബാക്കി പാർട്ടികൾ, ലിബറൽ ഡെമോക്രാറ്റിന്റെ 3ാമത്തെ പാർട്ടി പോയി, ഗ്രീൻ പാർട്ടി എല്ലാം താഴെയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ റിഫോം UKക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത്. ഓർക്കണം, വെറും 1 വർഷത്തിലധികമായിട്ടില്ല ഈ പാർട്ടി രൂപീകരിച്ചിട്ട്. അപ്പോൾ ഇത് മെയിൻ സ്ട്രീം പാർട്ടികളെ വല്ലാതെ ആശങ്കപ്പെടുത്തി. അവർക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുടിയേറ്റ വിരുദ്ധ നിലപാടെടുത്താൽ മതി ഒരു വശത്ത്. രണ്ടാമത്തെ പ്രശ്നം, ഈ കയറിയിരിക്കുന്ന 26 ലക്ഷം പേരുണ്ടല്ലോ, 2021 മുതൽ 24 ആയപ്പോഴത്തേക്കും നിർത്തി. 24 കഴിഞ്ഞ പോലെ പകുതി ആയപ്പോഴത്തേക്കും ഈ കെയറർ വിസ നിർത്തി. പിന്നെ അവിടെയുള്ള കെയറർമാർക്ക് ഒരു ജോലി മാറാം, അല്ലാതെ പുതിയ കെയർമാർ കിട്ടുന്ന അങ്ങനെ ഉണ്ടായി. അപ്പോൾ അവിടെ കെയർമാരാവാൻ വേണ്ടി ആവശ്യമായ യോഗ്യത വേണോ? യോഗ്യത ഇല്ലായിരുന്നു ഈ സമയത്ത്. ഒരു കെയറർ എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് പിന്നെ സഹായിക്കില്ല, നേഴ്സ് അല്ലല്ലോ, ഒരു യോഗ്യത വേണ്ട. നമ്മുടെ അവിടുത്തെ ഭൂരിപക്ഷം പേര് നേഴ്സുമാരാണ്. ആ കെയറർ വിസ പുതുതായിട്ട് നിർത്തിയവർക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ UK നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾ 5 വർഷം UK താമസിച്ചാൽ, സ്ഥിരമായി താമസിച്ചാൽ, നിയമപരമായിരിക്കണം, സ്റ്റുഡൻറ് വിസ പറ്റത്തില്ല, വിസിറ്റ് വിസ പറ്റത്തില്ല, വർക്ക് പെർമിറ്റോടുകൂടി നിങ്ങൾ 5 വർഷം UK താമസിച്ചാൽ അവർക്കും അവരുടെ ഡിപ്പെൻഡൻസിനും ആശ്രിതർക്കും PR കിട്ടും. 5 വർഷം. ആ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടും. സിറ്റിസൺഷിപ്പ് പൗരന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും കിട്ടും. അവിടുത്തെ പൗരന് കിട്ടുന്ന വോട്ടവകാശം അല്ലേ തന്നെ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞേ, അവിടെ ചെന്നാൽ മതി, നിങ്ങൾക്ക് നിയമപരമായി ഒരു കോമൺവെൽത്ത് രാജ്യത്തുള്ള ഒരാൾ അവിടെ ചെന്നാൽ അവന് വോട്ടവകാശമുണ്ട്. അല്ലാതെ ഒരു വോട്ടവകാശമുണ്ട്, മറ്റേ ആനുകൂല്യങ്ങൾ, അതായത് NHSന്റെ ചികിത്സ ഫ്രീ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം, അല്ലെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം ഫ്രീ ആകട്ടോ. ഈ അല്ല വിസ ഉള്ളവർക്കും ഫ്രീ ആണ്. UK ഫ്രീ ആണ് വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം ഫ്രീ ആണ്. യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് ഫീസുകൾ. ഇപ്പം എൻ്റെ മകൻ UK യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്, ഡിഗ്രി പഠിക്കുക, അവന് 1 വർഷം അടയ്ക്കേണ്ടി വരുന്നത് ഏതാണ്ട് 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം. അത് നമ്പർ 1 യൂണിവേഴ്സിറ്റി അല്ല. നമ്പർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെന്നാൽ ആദ്യത്തെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റി ചേരണമെങ്കിൽ ഒരു വർഷം 30-35 ലക്ഷം അടയ്ക്കണം. അതിലൊന്നും ആലോചിക്കണം, കിട്ടത്തില്ല. അത് പൈസ ഉണ്ടെങ്കിലും കിട്ടത്തില്ല. അല്ലാതെ ഉള്ള ഒരു ടോപ്പ് റസൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു വർഷം 30 ലക്ഷം അടയ്ക്കണം. എൻ്റെ മകൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിക്കുന്നതിന് ഞാൻ അടയ്ക്കേണ്ടി വരുന്നത് ഏതാണ്ട്
16,500 പൗണ്ട് എന്ന് വെച്ചാൽ ഏതാണ്ട് 20 ലക്ഷം രൂപ, 18, 19, 20 ലക്ഷം രൂപയാണ് ഞാൻ ഒരു വർഷം ഫീസ് അടയ്ക്കേണ്ടത്. അതേസമയം എനിക്കവിടെ PR ഉണ്ട്, എൻ്റെ മക്കൾക്ക് അവിടെ PR ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മകന് ഞാൻ 10 ലക്ഷം രൂപ അടച്ചാൽ മതി. അത് ലിമിറ്റഡ് ആണ്. കൃത്യം പകുതിയായി. അത് ഇപ്പം ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും അത്ര അടിച്ചാൽ മതി. നിങ്ങൾ RSL പഠിച്ചാലും ശരി, മറ്റേ ടോപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചാലും ശരി, അഡ്മിഷൻ കിട്ടിയാൽ മതി. അത്രയേ ഉള്ളൂ. നേരത്തെ അതും ഫ്രീ ആയിരുന്നു, അത് വേറെ കാര്യം, കുറച്ച് വന്നതാണ്. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നു, ചൈൽഡ് ബെനിഫിറ്റുകൾ കിട്ടുന്നു, ജോലി ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു, നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാലും മതി, എപ്പോഴും നല്ല പെൻഷൻ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അപ്പൊ ഒത്തിരി ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 2021 മുതൽ 24 വരെ വന്നിരിക്കുന്ന 25 ലക്ഷം പേർക്ക് ഏതാണ്ട് അടുത്ത വർഷം മുതൽ 2026 മുതൽ 29 വരെയുള്ള കാലയളവിൽ PR കൊടുക്കണം. ഇത്രയും പേർക്ക് PR കൊടുക്കണമെങ്കിൽ, ഇത്രയും പേർ ബെനിഫിറ്റ് കൊടുക്കണമെങ്കിൽ ഇവർക്കത് താങ്ങാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് റിഫോം UK എന്ത് പറഞ്ഞു? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PR റദ്ദാക്കും, ആർക്കും PR കൊടുക്കത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും ഒരുത്തൻ UK-യിൽ PR-ൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ PR ഞങ്ങൾ റദ്ദാക്കും, നിലവിലുള്ള അംഗീകരിക്കുന്ന PR ഞങ്ങൾ റദ്ദാക്കും റിഫോം UK വിളിച്ചു പറഞ്ഞു. ഇതോടെ ഇവരെല്ലാം പാനിക്കായി, കയ്യടി, ജനങ്ങളെല്ലാം സിന്ദാബാദ് വിളിക്കാൻ തുടങ്ങി, റിഫോം UK-ക്ക് വോട്ട് പിന്തുണ. അപ്പോ നിലവിലുള്ള ഈ പഴുതുകൾ അടച്ചേ മതിയാവും. ഈ 26 ലക്ഷം പേര് റിഫോം 26 ലക്ഷം പേര് PR കിട്ടുന്ന കാലം അവിടെ വലിയ വാർത്തയാകും. ഈ വല വാർത്തയായി കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തിരിച്ചടിയാവും. അപ്പോൾ അവരെന്ത് ചെയ്തു? ലേബർ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവരുടെ ഒരു പ്രോബ്ലം, ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വെള്ളക്കാര് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഇത് വംശീയതയാണെന്നുള്ള മറ്റു രാജ്യങ്ങളിൽ അതുകൊണ്ട് ഹോം സെക്രട്ടറിയെ മാറ്റി, ഒരു യവ് കൂപ്പർ എന്ന കക്ഷിയായിരുന്നു, പുള്ളിക്കാരത്തെ മാറ്റിയിട്ട് പാകിസ്ഥാനിൽ ജനിച്ചതല്ല, ഷബേന മുഹമ്മദിനെ ഹോം സെക്രട്ടറി ആക്കി. ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി പദവിയാണ്. ആ ഷബേന മുഹമ്മദ് അല്ലെങ്കിൽ തന്നെ അവർ ഇതുകൊണ്ടാക്കിയതില്ല, അല്ലെങ്കിൽ തന്നെ അവരൊരു ലിബറൽ ചിന്താഗതിക്കാരാണ്. ഇതിനൊക്കെ നിയന്ത്രണം വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അനാവശ്യമായി ആരും വരരുത്. മറ്റേ പുള്ളിയെ പോലെ അല്ല, ലണ്ടൻ മേയർ ഉണ്ടല്ലോ സാദിഖാൻ വേറൊരു ലൈനാണ്. ട്രംപിന് കണ്ടുകൂടാ സാദിഖാനെ. ഷബാന മഹമ്മൂദ് അങ്ങനെയല്ല, അവർ ബ്ലൂ ലേബർ എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലൂ ലേബർ പാർട്ടി ഒരു ഗ്രൂപ്പാണ്. ഈ ബ്ലൂ ലേബറിന്റെ ആളാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കർശനമായ നിയമങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അവര് ഈ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി അവർക്കൊക്കെ അനധികൃത കുടിയേറ്റക്കാർക്ക് അവർ കൊണ്ടുവന്ന സാധനം അപ്പം തന്നെ ഇവരെ ഷെൽട്ടറിലേക്ക് മാറ്റുക, എന്നിട്ട് അവരുടെ എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുക, ഇങ്ങനെ കുറെ അതൊന്നും നടപ്പിലായിട്ടില്ല. അതൊക്കെ അവർ നടപ്പിലാക്കും. അങ്ങനെയുണ്ട്. ആ കൂട്ടത്തിലാണ് അവർ ഈ നിയമപരമായി UK-യിലെത്തിയ ഇപ്പോൾ PR കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പ്രഖ്യാപനവുമായി വന്നത്. അതാണ് ഇപ്പൊ എന്താ സംഭവിച്ചു വെച്ചാൽ ഇന്നലത്തെ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്നു. പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു. ഇതിനി കുറെ ചടങ്ങ് കിടക്കണം. പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ലിനെ കുറിച്ച് ഇനി കൺസൾട്ടേഷൻ ഉണ്ട്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ഫുള്ള് വായിച്ചു. ഞാൻ ഇന്നലെ അവരുടെ ആ ഒരു പ്രപ്പോസൽ മുഴുവൻ വായിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു വാക്കുണ്ട്, ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് എന്നൊരു വാക്കുണ്ട്. അത് മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തെ ഇരകളാവുന്ന, ആ നിയമത്തിന് മുമ്പ് ഉള്ള ആളുകൾക്കുള്ള എന്ത് സംവിധാനം ഒരുക്കി കൊടുക്കണം, സംരക്ഷണം ഒരുക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴൊരു പ്രശ്നമുണ്ട്. അതായത് ടെക്നിക്കലി സ്പീക്കിംഗ് ഞങ്ങൾ ഈ നിയമം അറിഞ്ഞുകൊണ്ടല്ല UK-യിൽ എത്തിയത്. ഞങ്ങൾക്ക് വിസ കിട്ടുമെന്ന് ഓർത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല നിലപാടെടുക്കും. 26 പേർക്ക് PR കൊടുക്കും, 24 ലക്ഷം പേർക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഈ ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് അടക്കമുള്ള കൺസൾട്ടേഷൻ നടന്നിട്ട് ഇത് ബില്ലായിട്ട് പാർലമെന്റിൽ വീണ്ടും വരും. ജസ്റ്റ് ഒരു പോളിസിയാണ് അവതരിപ്പിച്ചത്. MP-മാർ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഇത് പാസ്സാവും. ഹൗസ് ഓഫ് ലോർഡ്സിലും പാസ്സാകണം, ഹൗസ് ഓഫ് കോമൺസിലും പാസ്സാകണം. രണ്ടെണ്ണമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ്. രാജ്യസഭ ലോക്സഭ പോലെയാണ് ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും. ഈ ഹൗസ് ഓഫ് ലോർഡ്സിലും ഹൗസ് ഓഫ് കോമൺസിലും പാസ്സായി രാജാവ് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമമായി, ഗസറ്റ് വിജ്ഞാപനം ചെയ്താൽ നിയമമായി. ഇതെല്ലാം ഈ വരുന്ന ഏപ്രിലിന് മുമ്പ് പൂർത്തിയാക്കുമെന്നും ഏപ്രിൽ ആദ്യത്തെ വാരം മുതൽ ഇതെല്ലാം നടപ്പിലാകുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഒരു 5 മാസം കൂടി മാത്രമേ ഇപ്പോഴത്തെ സ്ഥിതി തുടരൂ. ഏപ്രിലാകുമ്പോൾ ഈ നിയമം കൊണ്ടുവരും എന്ന് കണക്കാക്കും. ഈ ബില്ലിന്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണ്, അതിന്റെ ഒരു നിർദ്ദേശങ്ങൾ? അത് ഇതിൻ്റെ അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും അവർ കൊണ്ടുവന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ പരിപാടി
ആറിന്റെ മിനിമം കാലാവധി 10 വർഷമാക്കും. ഈ 5 വർഷം കിട്ടൂല. 5 വർഷം കിട്ടുന്നവർക്ക് 10. അപ്പൊ ഇവർക്ക് ആർക്കും കൊടുക്കണ്ട. 20 ലക്ഷം പേരും 20 ലക്ഷം പേർക്കും അടുത്ത 5 വർഷം മിനിമം കാലാവധി 10 വർഷമാക്കും. അപ്പം നമ്മൾ ഈ കാലാവധി നീളുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതിപ്പം ഞാൻ പറയുന്നത്, ഒരാൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ആ വിസ ഫീസ് എന്ന് പറഞ്ഞാൽ 1800ഓളം പൗണ്ട്, ഏതാണ്ട് 2 ലക്ഷം രൂപയാണ് ഒരാളുടെ ഫീസ്. NHS സർചാർജ് എന്ന് പറയുന്നൊരു ഫീസുണ്ട്, ചികിത്സാ സംബന്ധമായ നമ്മുടെ ഇൻഷുറൻസ് പോലെ തന്നെ. അത് 1035 പൗണ്ടാണ്. ഇപ്പോൾ അത് കൂട്ടിക്കൊണ്ടിരിക്കുക. തുടങ്ങിയപ്പോൾ ഏതാണ്ട് 300 പൗണ്ടായിരുന്നു, 800 പൗണ്ടായി, 1035. അപ്പം ഒരു വർഷത്തെ ഫീസാണ് അത്. വിസ ഫീസ് നിങ്ങളിപ്പോൾ വിസയ്ക്ക് അപേക്ഷിക്കുന്നത് 3 കൊല്ലത്തേക്കായിരിക്കും, അല്ല 2.5 കൊല്ലത്തേക്കും 3 കൊല്ലത്തേക്കും വിസ കിട്ടുന്നത്. അതിന് 2 ലക്ഷം രൂപയാവും. പക്ഷേ NHS സർചാർജ് 1 കൊല്ലത്തേക്ക് എന്ന് പറയുമ്പോൾ 1000 പൗണ്ട് ഒന്ന് കൂട്ടിക്കോളൂ. നിങ്ങൾ 3 കൊല്ലത്തേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഏതാണ്ട് 3.5 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കണം. അപ്പം ഒരു കുടുംബം എന്ന് പറയുന്നത് 2 പിള്ളേരും അപ്പനും അമ്മയാണെങ്കിൽ, അങ്ങനെ ആവില്ല പൊതുവെ വരുന്നത്, അപ്പനും അമ്മയും 2 പിള്ളേരുമാണെങ്കിൽ 4 പേര്, നാം 12 ലക്ഷം രൂപ ഈ ചികിത്സയ്ക്ക് മാത്രം, 4 8 ലക്ഷം രൂപ വിസ ഫീസ്, 20 ലക്ഷം രൂപ കൊടുക്കണം ഒരു തവണ എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഈ 2.5-3 കൊല്ലം കൂടുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം 10 കൊല്ലം കൂട്ടാൻ പോണ്ടാകുന്ന പ്രശ്നം. ഇനി ഇത് കൂട്ടാം, ഇതെല്ലാം എല്ലാ വർഷവും കൂട്ടും. ഞാൻ പറയുന്നത്, എനിക്ക് ഒരു PR കിട്ടാവുന്ന സാഹചര്യം 2009 2010 എൻ്റെ ഫാമിലിക്ക് ഞാൻ PR എടുക്കുമായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ്. ഫാമിലിക്ക് ഫ്രീ ആയിരുന്നു എന്ന് വെച്ചാൽ അവർക്കാർക്കും പൈസ അവിടെ നിന്നാണ് ഇത്രയും ലക്ഷങ്ങളിലേക്ക് അതിലേക്കാണ് മാറിയത്. അതായത് ഞാൻ 2009 എനിക്ക് PR കിട്ടാൻ യോഗ്യതയുള്ളപ്പോൾ ഞാൻ PR എടുക്കുകയും എൻ്റെ ഫാമിലിക്ക് PR എടുക്കുകയും എനിക്ക് മുടക്കേണ്ടി വരുന്ന 40,000 രൂപയായിരുന്നു. ഇന്നിപ്പം ഞാൻ PR എടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ കൊടുക്കേണ്ടി വരുന്നത് എൻ്റെ ഏതാണ്ട് 20-25 ലക്ഷം രൂപയാണ്. ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാ ഒന്ന്. ഇനി അടുത്ത നിബന്ധന, നിങ്ങൾ പറഞ്ഞല്ലോ ഈ 10 വർഷം. ഈ 10 വർഷം ഒരു ജനറൽ കൺസെപ്റ്റാണ്, ഒരു ജനറൽ പോളിസിയാണ്. എന്നാൽ ഒരാൾ കെയറർ വിസയിൽ വന്നു വരുന്നത്, അവർ പിടിക്കുന്ന ഈ കെയർ വിസക്കാരെ മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരെന്നാണ് എൻ്റെ അർത്ഥം. അല്ല, ചീപ്പ്, അതായത് അൺസ്കിൽഡ് ലേബർ ആയിരിക്കുന്ന ആളുകൾ. അതായത് അതിന് ബോറിസ് വൈറസ് എന്നാ പറയുന്നത്. ബോറിസിന്റെ കാലത്തുണ്ടായ, ബോറിസ് ജോൺസന്റെ കാലത്തുണ്ടായ ഈ വിസയെ ബോറിസ് വൈറസ് എന്നാണ് വിളിക്കുന്നത്. ഈ ബോറിസ് വൈറസിന് വിധേയരായി വിസ കിട്ടിയ ആളുകൾ, ഈ സ്കിൽഡ് അല്ലാത്തവർ, അത് കെയർ സ്കിൽഡ് അല്ല, ഈ സ്കിൽഡ് അല്ലാത്തവർ PR കൊടുക്കണേ 15 വർഷമാവും. 10 വർഷം പോരാ, 10 വർഷം കിട്ടത്തില്ല. അപ്പൊ ഇപ്പൊ വന്നാൽ ഇന്ത്യ ഒരുപാട് വർഷം 10 വർഷം 15 കൊല്ലമാവും കാത്തിരിക്കും. അവര് ആകെ ഇവിടെ വന്നത് മുതൽ 15 കൊല്ലം കഴിഞ്ഞാൽ മാത്രം അവർക്ക് PR. ഈ 15 കൊല്ലവും ഇവർ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇനി നിങ്ങളിവിടെ വന്നിട്ട് എന്തെങ്കിലും ബെനഫിറ്റുകൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പരിശോധിക്കും. അതായത് ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന അവർക്ക് സ്ഥിരമായി താമസിക്കേണ്ടവർക്ക് അർഹതപ്പെട്ട ബെനഫിറ്റുകൾ കിട്ടുമെന്ന് പരിശോധിക്കും. ബെനഫിറ്റ് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. പക്ഷേ അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് എനിക്ക് കൗൺസിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ വീട്ടുകാരമൊക്കെ ഉണ്ടല്ലോ, വീട്ടുകാർ ലോക്കൽ കൗൺസിലാണ് അത് ഈടാക്കുന്നത്. ലോക്കൽ കൗൺസിലിൽ നിന്ന് വരുമ്പം എനിക്ക് 2 പിള്ളേരുണ്ടായാലും എനിക്ക് സാമ്പത്തികമില്ല, ബുദ്ധിമുട്ടില്ല എന്ന് എഴുതി കൊടുത്താൽ അവർ എക്സെപ്റ്റ് ചെയ്ത് തരും. യഥാർത്ഥത്തിൽ അത് യോഗ്യത നമുക്കില്ല. അപ്പം ഇത് മുഴുവൻ പരിശോധിക്കുന്ന നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ. അപ്പം നമ്മൾ അനധികൃതമായി 1 വർഷത്തിൽ താഴെ ബെനിഫിറ്റ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, 1 വർഷത്തിൽ താഴെ ബെനിഫിറ്റ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം കൂടെ കഴിയണം PR കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കെയർ വിസയിൽ പോയി 15 കൊല്ലം, 1 കൊല്ലത്തിൽ താഴെ ബെനിഫിറ്റ് കൈപ്പറ്റി, അപ്പം നിങ്ങൾ 20 കൊല്ലമാവും. ഇനി 1 കൊല്ലത്തിൽ കൂടുതൽ ബെനിഫിറ്റ് കൈപ്പെട്ടിട്ടുണ്ടെങ്കിൽ 10 കൊല്ലമാകും. ഏത് വെച്ചാൽ 25 കൊല്ലം കഴിയണം PR കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു വല്ലാത്ത പരിപാടി. അതാണ്. ഇനി അനധികൃതമായി എത്തിയവരാണെന്ന് കരുതുക. പണ്ടെന്ന് പറഞ്ഞാൽ 12 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ വിസ കാലാവധി 6 മാസത്തിൽ കൂടുതൽ ലംഘിച്ച് അവിടെ നിന്ന് പിന്നെ വിസ കിട്ടിയവരാണെങ്കിൽ പോലും 30 വർഷം കാത്തിരിക്കണം PR കിട്ടണമെങ്കിൽ. അപ്പൊ ഇപ്പം ഒരു 5 ദിവസമുള്ള ഒരാൾ 35 ദിവസം അന്നത്തെ കാലത്ത് കിട്ടുള്ളൂ. അത്ര കിട്ടും. അങ്ങനെ അടിമുടി മാറ്റി. മാത്രമല്ല PR-ന് അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ എന്ന് പരിശോധിക്കും. നേരത്തെ ഒന്നുമില്ല, പശ്ചാത്തലം കൃത്യമാണ്. ഇനി നേരത്തെ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ റെക്കോർഡ്സും പ്രശ്നമല്ല, നിങ്ങൾക്ക് PR കിട്ടായിരുന്നു. ഇനി ക്രിമിനൽ റെക്കോർഡ്സ് പരിശോധിക്കും. ക്രിമിനൽ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ PR ഇല്ല. ഇത്തരത്തിൽ
PR-നെ ഫലപ്രദമായി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പരിഷ്കാരമാണ് പ്രഖ്യാപിച്ചത്. ട്രംപ് അവിടെ കൈകാലം പിടിച്ചിട്ട് ചങ്ങലയ്ക്ക് ഇടുന്ന വിടുന്നതിന് ഇവർ പരിഷ്കൃതമായ രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് യോഗ്യത, അങ്ങനെ കുറേ സാധനം കൊണ്ട് ഇതെല്ലാം വേണം, അല്ലാതൊന്നും കിട്ടത്തില്ല. ഇത്തരത്തിൽ ഇവരൊരു അടിമുടി പരിഷ്കാരവും കൊണ്ടുവന്നു. ഈ പരിഷ്കാരം നിയമമായി വന്നാൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് റിഫോമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റിഫോമിൻ്റെ ഈ വാദഗതി ശരിക്കും പറഞ്ഞാൽ റിഫോമിൻ്റെ വിജയമാണിത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്, ഭാവിയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാവും? ഇതിനെ ഞാൻ പറഞ്ഞത് വളരെ പാനിക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഡൂക്കിൽ വിസ കിട്ടി ഒരുപാട് വരും. ഇപ്പം ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ എൻ്റെ ഗ്രാമത്തിലൊക്കെ മിക്ക വീട്ടിലും ഇപ്പോൾ UK ആളുകളുണ്ട്. എല്ലാ വീട്ടിൽ നിന്ന് ആളുകൾ പോയി. കാരണം അവർ എന്തെങ്കിലുമൊക്കെ പോയി അവിടെ കിട്ടിയവർ ഇവരെല്ലാം പാനിക്കാണ്. കാരണം ഇവർക്കൊക്കെ ഒരു കാര്യം കൂടെ അതിൻ്റെ അടുത്ത് പറയട്ടെ, ഇതിൻ്റെ അകത്ത് ചില ഗ്രൂപ്പുകൾ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന നിയമമാറ്റത്തിൽ ചില ഗ്രൂപ്പുകൾ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നേഴ്സുമാർ. നേഴ്സുമാർക്ക് ഇപ്പോഴും 5 വർഷം മാത്രമേ ഉള്ളൂ NHS-ലെ നേഴ്സുമാർക്ക്. മറ്റ് നേഴ്സുമാർക്ക് ഇത് ബാധകമാണോ? അതായത് നേഴ്സുമാർ 2 തരത്തിലുണ്ട്. ഒന്ന് NHS-ൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്, അല്ലാതെ നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന. ഈ നേഴ്സിംഗ് ഹോമിലെ നേഴ്സുമാർക്ക് ബാധകമാണെന്ന് ക്ലാരിറ്റി ഇല്ല. ഒരുപക്ഷെ ബാധകമാവാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് NHS-ലെ നേഴ്സുമാർക്ക്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു NHS-ലേക്കാണ് നിങ്ങൾ അവിടെ ജോലി കയറി പോയിരിക്കുന്നെങ്കിൽ 5 കൊല്ലം. ഡോക്ടർമാർക്കൊക്കെ എല്ലാം ഉണ്ട്. അങ്ങനെ NHS അധ്യാപകരെ, അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഇളവ് അനുമതി 5 വർഷം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 1,62,000 പൗണ്ടിൽ കൂടുതൽ ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിൽ, ഒന്നും ആർക്കും ഉണ്ടാവത്തില്ല, മലയാളികൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അവർക്ക് 3 വർഷം മതി. പിന്നെ ഈ സ്പെഷ്യൽ ഒരു ടാലൻറ്റ് വിസ ഉണ്ട്, ആ വിസ 3 വർഷം. അതൊക്കെ വളരെ അപൂർവമായി മാത്രം സംഭവിക്കും. അത് നമുക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ നേഴ്സുമാർക്ക് അങ്ങനെയല്ല എന്നുള്ളത്, 5 വർഷം മതി എന്നുള്ളത് ഒരു ആശ്വാസമാണ്. അപ്പോൾ എല്ലാവരും പാനിക്കാണ്. നിങ്ങൾ രാജ്മോഹൻ ചോദിച്ച ചോദ്യം ഉത്തരം പറയും, എല്ലാവരും പാനിക്കാണ്. നമ്മൾ മലയാളികൾ ഒരുപക്ഷെ വലിയൊരു ജനസംഖ്യ അവിടെ കാണുമല്ലോ ലണ്ടനിൽ, UK-യിൽ. അതായത് ബ്രിട്ടന്റെ കുടിയേറ്റ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് മുതലേ കുടിയേറ്റമുണ്ട്. ഈ കോളനി കാലത്താണ് കുടിയേറ്റം ആരംഭിക്കുന്നത്. ഈ കോളനി കാലത്ത് കുടിയേറ്റം ആരംഭിച്ചിട്ട് അതൊന്ന് ശക്തമാവുന്നത് അന്ന് നമ്മുടെ ഇദിയമീൻ്റെ കാലമില്ലേ, ഉഗാണ്ടയിൽ. ഈ സമയത്തൊക്കെ ഒരുപാട് പേര് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടനിലേക്ക് അഭയം തേടിയെത്തി. അവരെ അങ്ങ് കൊടുത്തത്. അതുപോലെ സിംഗപ്പൂരിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഹോങ്കോങ്ങിൽ നിന്ന് കുറച്ച് പേര് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ നോക്കി ബ്രിട്ടനിലേക്കുള്ള ഒരു കുടിയേറ്റം ഉണ്ടായി. അങ്ങനെയാണ് മലയാളികൾ ആദ്യം വന്നത്. VK കൃഷ്ണമേനോനൊക്കെ UK മലയാളി കുറച്ചു കാലം അവിടെ കൗൺസിലായിട്ട് മത്സരിച്ചിട്ടുണ്ട്. വലിയ പ്രധാനമായിരുന്നല്ലോ അദ്ദേഹം, കൗൺസിലായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുടിയേറ്റമായിരുന്നു ആദ്യം. വർക്കല ഭാഗത്തു നിന്നൊക്കെ ആ ഘട്ടത്തിൽ ബ്രിട്ടനിലേക്ക് പോയ ആളുകൾ മുഴുവൻ മെയിൻലി വർക്കല ഭാഗത്താണ്. അപ്പൊ അവർ നമ്മുടെ ഈ വർക്കല ഭാഗത്തുള്ള മലയാളികളായിരുന്നു UK മലയാളികൾ. ലണ്ടനിൽ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, അവർ വലിയ പ്രമാണിമാരാണ്. ആ ഒരു ഘട്ടമായിരുന്നു. 92ാമത് വലിയ കുടിയേറ്റം ആരംഭിക്കും 98-ൽ ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ്. ഈ ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായിരുന്നു 98 മുതൽ ഒരു 2006 വരെ ആണ് ആദ്യമായി NHS തുറന്നു കൊടുക്കുന്നതും നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതും ഈ വലിയ തോതിൽ. അന്ന് ഇംഗ്ലീഷ് യോഗ്യതയൊന്നും ആദ്യം വേണ്ട, പിന്നീട് അതായിരുന്നു ഒരു കുടിയേറ്റം. ഒരു കുറഞ്ഞതൊരു 50,000 ഫാമിലി അവിടെ സെറ്റിൽ ചെയ്ത ആ സമയത്ത് മലയാളികൾ ഏത് 98 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 50,000 അവരാണ് യഥാർത്ഥത്തിൽ പിന്നീട് UK മലയാളി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തത്. ആ സമയത്തുണ്ടായിരുന്ന ആളാണ് ഞാൻ. മലയാളി അസോസിയേഷനുകൾക്ക് രൂപം കൊടുത്ത അവരാണ്. മറ്റേത് ലണ്ടനിൽ മാത്രമായിരുന്നു ആദ്യത്തേത് മലയാളി അസോസിയേഷൻ. അതെന്ന് വെച്ചാൽ 98 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 25 വർഷമാകുന്നു. അതെ, മലയാളി അസോസിയേഷൻ ഉണ്ടായി. യുക്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. ഞാനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്താണ് യുക്മ തുടങ്ങുന്നത്. അതുപോലെ കൾച്ചറൽ ഈവൻറ്റുകളായി എല്ലാ സിറ്റിയും മലയാളികളെ കൊണ്ട് നിറഞ്ഞു. മലയാള അസോസിയേഷനെ മലയാളം കുർബാനകളായി, അതിനുശേഷം രൂപതകളായി, മർത്തോമ പള്ളിക്ക്, യാക്കോബക്കാർക്ക്, മർത്തോമക്കാർക്ക്, സീറോ മലബാറുകാർക്ക്, ഇവർക്കെല്ലാം രൂപതകൾ. മേയർ മലയാളികൾ പലരും എത്താൻ തുടങ്ങി. ഇപ്പം ഞാൻ പറഞ്ഞ ഓമന അതിനും ആദ്യ ഗ്രൂപ്പിലുള്ളതാണ് ഓമന. പിന്നെ മഞ്ജു ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ ക്രോയിഡോണിലായി. പിന്നെ ബൈജു തിട്ടാലെ എന്ന് പറഞ്ഞാൽ അത് ഈ ഞാൻ പറഞ്ഞ 2ാമത്തെ കുടിയേറ്റത്തിൽ വന്ന ബൈജു. മറ്റവരൊക്കെ മഞ്ജു അങ്ങനെ തന്നെയാണ്. ഓമന ആദ്യത്തെ ഘട്ടത്തിലുള്ളതാണ്. ആദ്യ ഘട്ടത്തിൽ പല കൗൺസിലർമാരും ഉണ്ടായിരുന്നു അവിടെ. ഈ 2ാം ഘട്ടത്തിൽ വന്ന അതിലൊരാൾ MB ആയി. അതായത് 98-2000 കാലഘട്ടത്തിൽ കോട്ടയത്തുനിന്ന് നേഴ്സായിട്ട് UK പോയി. അവിടെ പോയി സാമൂഹിക പ്രവർത്തനം നടത്തിയിട്ട് സോജൻ ജോസഫ് എന്നൊരാൾ UK-ലെ MB ആണ്, കെന്റിലെ ലേബർ പാർട്ടിയുടെ MB ആണ് അത്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റം 2ാം കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ സമയത്ത് പക്ഷേ നമ്മളോട് വലിയ ബഹുമാനമായിരുന്നു. നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചും ആദരിച്ചും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഈ കമ്മ്യൂണിറ്റി ജീവിച്ചിരുന്നത്. 25 കൊല്ലമായി. അവരുടെ എല്ലാം പിള്ളേരെ പക്ക ബ്രിട്ടീഷുകാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയതാണ്, അല്ലെ അവിടെ ചെന്നിട്ട് പിള്ളേരെ ഉണ്ടായതാണ്.
അപ്പോൾ അവരെല്ലാം നല്ല. പക്ഷേ ഈ മൂന്നാം കുടിയേറ്റം ആരംഭി 2021-24 ഇടയിലാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്നത്തെ പോലെ സ്ക്രൂട്ടിനി ഇല്ല. ആ രണ്ടാം കുടിയേറ്റുന്ന സ്ക്രൂട്ടിനി ഉണ്ടായിരുന്നു. നേഴ്സായിരിക്കണം, അല്ലെങ്കിൽ IT പ്രൊഫഷണൽ ആയിരിക്കണം, ഡോക്ടർമാരായിരിക്കണം. ഇതിൽ സ്ക്രൂട്ടിനി ആർക്കും അവിടെ വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വന്നതോടുകൂടി അതും എത്ര എത്തിയെന്ന് ആർക്കും അറിയത്തില്ല. കുറഞ്ഞതൊരു 1.5 ലക്ഷം മലയാളികൾ എത്തിയിട്ടുണ്ട്. 1 ലക്ഷം മൊത്തത്തിൽ എടുക്കുമ്പോൾ എന്തായാലും മലയാളി അത് 1.5 ലക്ഷം കാണും. 1.5 ലക്ഷം കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1.5 ലക്ഷം മലയാളികൾ ഉണ്ട്. അതുകൂടി ഈ പരസ്പരം മലയാളികൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല അവിടെ കാരണം ഞാൻ പറഞ്ഞത്, ഞാൻ 2009 ടെൽഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തും, ടെൽഫോർഡും ഷൂസ്ബറി അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ 2008 അവിടെ തിരിച്ചു പോരുന്നത്. ഞാൻ അവിടുത്തെ ഞങ്ങൾ ഒരുപാട് അസോസിയേഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോകുമായിരുന്നു. ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ കൂടെ പോയിരുന്നു. വൈഫായിരുന്നു ഒരു ഏക സെലിബ്രിറ്റി എന്ന നിലയിൽ. അവിടുത്തെ ഏറ്റവും വലിയ മലയാള അസോസിയേഷൻ ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം 2000 അംഗങ്ങളുണ്ട്. ഉദ്ഘാടനം ചെയ്തത് ഞാൻ വൈഫുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പ്ഷെയർ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് അസോസിയേഷൻ പറഞ്ഞ് ഒരു അസോസിയേഷൻ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഈ ഷൂസ്ബറിയിലും ടെൽഫോർഡിലൂടെ കൂടി, അത് മാത്രമല്ല ഷോപ്പ്ഷെയർ എന്ന് പറഞ്ഞൊരു കൗണ്ടി മൊത്തം കൂടെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയ 30 മലയാളി ഫാമിലി ആയിരുന്നു ആകെ. ഞാൻ ഇത്തവണ UK ചെല്ലുമ്പോൾ, ഈ ടെൽഫോർഡിൽ ചെല്ലുമ്പം ആ ടെൽഫോർഡിൽ മാത്രം 600 മലയാളി ഫാമിലി ഉണ്ട്. ഷൂസ്ബറി വേറെ. ഈ ടെൽഫോർഡിൽ മാത്രം, ടെൽഫോർഡാണ് ഒരു മെയിൻ സിറ്റി, ഷൂസ്ബറി എന്ന് പറയുന്ന സിറ്റിയും ടെൽഫോർഡ് എന്ന സിറ്റിയും കൂടെ കൂടി 30 മലയാളി ഫാമിലി ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 600 മലയാളി ഫാമിലി. ഗൾഫിലൊക്കെ നമ്മൾ സിംഗിളായി ഫാമിലികളായി. അപ്പോൾ ഈ ഒരു കുടുംബത്തിന് ഈ ഒരു വരവുണ്ട്. പക്ഷെ അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, മിംഗ്ലിങ് കുറഞ്ഞു. അതായത് മറ്റേതോളം നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി മിംഗ്ലിങ് ഉണ്ടായിരുന്നു. ഈ മലയാളികൾ അവരുടെ കമ്മ്യൂണിറ്റി ഓരോരുത്തർക്കും, മാർത്തോമക്കാരനും യാക്കോബക്കാരനും CSAക്കാരനും പെന്തക്കോസുകാരനും എല്ലാവർക്കും വ്യത്യസ്തമായ കുർബാനകളും പ്രാർത്ഥനകളും. ഹിന്ദു സമാജങ്ങൾ, UK എല്ലാ സിറ്റിയിലെ ഹിന്ദു സമാജങ്ങളുണ്ടായി. അവരുടെ പ്രാർത്ഥന, SNDP യൂണിറ്റുകൾ, NSSന്റെ യൂണിറ്റുകൾ എല്ലാം രൂപപ്പെട്ട് പക്ക ഒരു മലയാളി നാട്. കാരണം അവിടെ ഒരുപാട് സ്വാതന്ത്ര്യം പിന്തുണയുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ഡിസിൻറ്റഗ്രേഷൻ ഒരു പരിധിവരെ ഇവരുടെ ഇറിറ്റേഷന് കാരണമായിട്ടുണ്ട്. ഡിസിൻറ്റഗ്രേഷൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇത്യാദി സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെട്ടു വരുന്നു ഇപ്പോൾ എന്നുള്ളൊരു പ്രശ്നമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു അതാണ് അറിയേണ്ടത്. നമ്മൾ മലയാളികൾ തന്നെയാണോ ഇതിൽ ഏറ്റവും അധികം ഭീഷണി നേരിടേണ്ടി വരിക, അതോ മറ്റു രാജ്യങ്ങളോടായിരിക്കും? മലയാളികൾ മാത്രമല്ല, നമ്മൾ ഈ മലയാളികളെ, തെലുങ്കന്മാരെ, കന്നഡക്കാരെ, പഞ്ചാബികൾ, ഇന്ത്യക്കാരുണ്ട്, കൂടാതെ ഫിലിപ്പിനോകൾ. പഞ്ചാബികളും ധാരാളം ഉണ്ടല്ലേ? ഉണ്ട്. ഫിലിപ്പിനോകൾ, പഞ്ചാബികൾ എങ്ങനെ എത്തുന്നതെന്ന് വെച്ചാൽ ഈ നേഴ്സിംഗ് പഠിച്ചിട്ടൊന്നുമല്ല, അവരുടെ പരമ്പരാഗതമായി അവിടെ ഉള്ളവരുണ്ട്. അവരവരുടെ എന്ത് അവസരം കിട്ടിയാലും അവരവരുടെ ആൾക്കാരെ കൊണ്ടുവരും. അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായപ്പോഴും എത്ര പഞ്ചാബികൾ. അതങ്ങനെയാണ് അവർ. ഗുജറാത്തികൾ, പഞ്ചാബികളും ഗുജറാത്തികളും ആയിരുന്നു നേരത്തെ മുതൽ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത്. ഗുജറാത്തി എന്ന് പറയുന്നത് ഇപ്പം ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സർനെയും പട്ടേലാണ്. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ രാജ്മോഹൻ, ഇതിനാ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ, നിലവിലുള്ള നിയമം നടപ്പിലായാൽ, നിയമം പാസ്സാകും, നിയമം നടപ്പിലാക്കിയാൽ എല്ലാവരുടെയും കഥ കഴിയും. പക്ഷേ ഒരു പ്രതീക്ഷ ബാക്കിയുള്ളത് ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയാണ്. ബ്രിട്ടൻ്റെ നിയമം നിങ്ങൾക്കറിയാമല്ലോ, ഭരണഘടന ഇല്ലാത്ത രാജ്യമാണ്. അതെ. അവിടെ ഈ ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ, അതിപ്പോൾ മാറി സുപ്രീം കോടതിയായി. നേരത്തെ സുപ്രീം കോടതി ഇല്ലായിരുന്നു, ഹൗസ് ഓഫ് ലോർഡ്സ് ആയിരുന്നു സുപ്രീം കോടതി. അപ്പോൾ അവിടെ ഈ ചട്ടങ്ങളും പാരമ്പര്യങ്ങളും പ്രീസിഡൻസുമാണ് അവിടെ പലപ്പോഴും മാനദണ്ഡം. ഈ യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞ സാധനം അവിടെ കിടപ്പുണ്ട്. ബ്രിട്ടൻ ബ്രെക്സിറ്റിൽ നിന്ന് വിട്ടു പോന്നിട്ടും യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഇപ്പോഴും പ്രാബല്യത്തിലാണ്. അപ്പോൾ യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് നിങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണം. അപ്പം നിയമവിരുദ്ധമായി പ്രവർത്തിച്ച, ഉദാഹരണത്തിന് അനധികൃതമായി ഒരുത്തൻ ചെല്ലുന്നു, അവൻ്റെ കുടുംബത്തെ കൊണ്ടുവരാൻ അവകാശം കൊടുക്കുകയാണ്. അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കഥയും കൂടെ പറയാം. മാഞ്ചസ്റ്റർ അരീനയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. കുറേ ആളുകൾ മരിച്ചു പോയ സംഭവം ഉണ്ടായിരുന്നു. ഈ മാഞ്ചസ്റ്റർ അരീന ബോംബ് സ്ഫോടനത്തിൽ നേതൃത്വം കൊടുത്ത ആളുടെ സഹോദരൻ അവിടെ ഒരു ജയിൽ അധികാരികളെ ആക്രമിച്ചു. ഈ ജയിലധികാരികളെ ആക്രമിച്ചതോടെ ഈ ടെററിസ്റ്റ് കേസുകളിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അവരെ ഏകാന്ത തടവിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ മിൽട്ടൺ കീഴ്സിൽ ഒരു ജയിലിൽ ഒരുത്തനെ 22 മണിക്കൂർ വീതം ഒരു ദിവസം ഏകാന്ത ജയിലിലാക്കിയെന്നു. ഏകാന്ത തടവിലേക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടുകാരോട് പരാതി കൊടുത്തിട്ട് ഉത്തരവാദിത്വം തെറ്റായി പോയി ചെയ്തെന്നും അതിന് ഉത്തരവാദിത്വം ജസ്റ്റിസ് സെക്രട്ടറി, അതായത് അന്നത്തെ ജയിൽ ചുമതല ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്തു കോടതി. അതുപോലെ ഒരാളെ കൈവിലങ്ങ് വെച്ചു. അങ്ങനത്തെ അതികർശനമായ നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ആകെ ഒരു പ്രതീക്ഷ, ഇതിനൊരു നിയമ പോരാട്ടം ഉണ്ടാവും. ഉദാഹരണത്തിന് UK മലയാളി ഒരു കയർ അവിടെ പോയി
അവൻ പറയുന്നു ഞാൻ നാട്ടിലെ ജോലി വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവിടെ എനിക്ക് തരക്കേടില്ലാത്ത ജീവിതം ഉണ്ടായിരുന്നു, എനിക്ക് ഈ രാജ്യമാണ് കൂടുതൽ നല്ലതെന്ന് തോന്നി, ഞാൻ ഈ രാജ്യത്ത് വന്നു, വിസയ്ക്ക് അപേക്ഷിച്ചു, വിസ കിട്ടി. അപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് PR ആകും, സെറ്റിൽമെൻ്റ് ആകും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇങ്ങനെ മാറ്റിയ എന്നോട് ചെയ്യുന്ന അന്യായമാണ്, എൻ്റെ മൗലികാവകാശ ലംഘനമാണെന്ന് കേസ് കൊടുത്താൽ കോടതി അത് പരിഗണിക്കും. എനിക്ക് തോന്നുന്നു കോടതി അത് പരിഗണിക്കും, കാരണം ന്യായമല്ലേ. ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ നിയമം ഇതാണ്, ആ നിയമം പറയാൻ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് നിയമ പോരാട്ടം സ്വാഭാവികമുണ്ട്. ഇപ്പോൾ തന്നെ RCN, റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയാം, അവിടുത്തെ RCN എന്ന് പറഞ്ഞ നേഴ്സുമാരുടെ യൂണിയനാണ്. ആ RCN രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല, മര്യാദയ്ക്ക് നിങ്ങൾ നിലവിലുള്ളവരുടെ അവകാശം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു നിയമ പോരാട്ടത്തിൽ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതിന് വെച്ചാൽ ഏപ്രിൽ നടപ്പിലാക്കി കഴിഞ്ഞാലായിരിക്കും നിയമ പോരാട്ടം നടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മുതൽ കുറച്ചു കാലത്തേക്ക് ഇതൊരു PR ഒക്കെ കിട്ടുന്നവർക്ക് പ്രശ്നമാവും. അവർ ചിലപ്പോൾ പുതുക്കേണ്ടി വരാം, അല്ലെങ്കിൽ അവർ അപേക്ഷ കൊടുത്തിട്ട് പിന്നെ ഇതിനെല്ലാം അപ്പീൽ പ്രോസസ്സൊക്കെ ഉണ്ട്, അപ്പീൽ കൊടുത്ത് കാത്തിരിക്കേണ്ടി വരാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതിന് മാറ്റം ഉണ്ടാവുന്ന കാര്യം ഒരു നാട്ടിലേക്ക് മടങ്ങേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ. ഞാൻ പ്രതീക്ഷിക്കുന്നത് മടങ്ങേണ്ടി വരില്ല, കാരണം നിയമ പോരാട്ടത്തിന് സ്കോപ്പ്. ഉദാഹരണത്തിന് ഒരു കാര്യം, ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് പ്രോഗ്രാം എന്നൊരു സ്കീം ഉണ്ടായിരുന്നു, HSMP. ആ സ്കീമിൽ വിസ കിട്ടിയ ആളാണ് ഞാൻ. ആ സ്കീമിൽ ഇപ്പോൾ ആ സ്കീമിൽ നിങ്ങൾ UK-യിൽ 4 വർഷം ജോലി ചെയ്താൽ PR കിട്ടുമെന്നായിരുന്നു. പക്ഷെ ഇവർ 5 കൊല്ലമാക്കി മാറ്റി. ആളുകൾ നിയമ പോരാട്ടം നടത്തി. HSMP-ക്കാർക്കെല്ലാം 4-ാം കൊല്ലം PR കൊടുക്കാൻ കോടതി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ കോടതിയുടെ ഒരു പിന്തുണ കിട്ടുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ലേബർ സർക്കാർ ഇപ്പോൾ തൽക്കാലം റിഫോം UK-യുടെ കണ്ണടയ്ക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് കോടതിക്ക് വിട്ടുകൊടുക്കുവാൻ. ഉദാഹരണം, റുവാണ്ട പ്ലാൻ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അതെ, അതായത് ഋഷി സുനക് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒരു പദ്ധതി കൊണ്ടുവന്നു, വരുന്നവരെ റുവാണ്ടയെ കൊണ്ട് താമസിപ്പിക്കുക, എന്നിട്ട് അവരെ നോക്കുക, കൊടുക്കുക. അവരുടെ ഈ അസൈലം അപേക്ഷയിൽ തീരുമാനമായി കഴിഞ്ഞ് കിട്ടിയാൽ അവരെ കൊണ്ടുവരിക, ഇല്ല തിരിച്ചുവിടുക. കോടതി എടുത്ത് കളഞ്ഞു. കോടതി നടക്കത്തില്ല. ഈവൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എതിർത്തു. അപ്പം ഇതുപോലെ ഇങ്ങനെ വരുന്ന ഒരു സാധനം ഇപ്പോഴത്തെ ഒരു പൊതുവികാരത്തിനെതിരായി ഇത് കൊണ്ടുവന്നാലും അടിസ്ഥാനപരമായി കോടതി ക്വാഷ് ചെയ്യുകയും അപ്പൊ പിന്നെ സർക്കാർ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കോടതിയിലെ തീരുമാനിച്ചത്, കോടതിയിലെ ആ ഒരു ശ്രമമാണ് കരുതുന്നത്, പരാജയം നേരിടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എന്തായാലും ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ വളരെ എന്താ പറയുന്ന ഒരു മാനസിക വ്യാധി ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തായാലും ഇതാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്പൂർണ്ണ അവസ്ഥ അല്ലേ. എനിക്ക് തോന്നുന്നത് കൃത്യമായി ആളുകൾക്ക് ഇത് ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിന്റെ ആശങ്കകൾ പരിഹരിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ പോകുന്ന രാജ്യമാണ് UK, അതുകൊണ്ട് ആളുകൾ പ്രയോജനപ്പെടും. എന്തായാലും അങ്ങനെ ഒരു കാലം നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ നിയമം നടപ്പിലാക്കിയാലും അത് കോടതി റദ്ദാക്കി മലയാളികളെ സംരക്ഷിക്കും. അതേസമയം ഇതിനൊക്കെ മൂക്കേറിടേണ്ട ആവശ്യമാണെന്നാണ്. അനധികൃതമായി ഈ ആ ജനതയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അവിടെ ഇത് പ്രതീക്ഷിച്ചു പോയവരുടെ അവകാശം സംരക്ഷിക്കുക. നന്ദി, നമസ്കാരം.